പറയുന്നു. നമ്മുടേതാകുന്ന ആദർശ വിശുദ്ധി എന്നുള്ളത് നമ്മുടെ പ്രമേയമാണ്. നമ്മൾ ഇന്ന് ഈ സദസ്സിൽ നിലകൊള്ളുന്ന പ്രമേയവും അത് തന്നെയാണ്. ഈ പ്രത്യയ ശാസ്ത്രത്തിന്മേൽ നമ്മൾ നിലകൊള്ളുന്നതും ആ ഒരൊറ്റ കാര്യത്തിന്മേലാണ്. കാരണം ഈ ആദർശ വിശുദ്ധിയില്ല എങ്കിൽ ഇന്ന് സമസ്യയില്ല. 100 വർഷം പിന്നിടുമ്പോഴും ആ ആദർശം പരിപൂർണമായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ് സമസ്യയുടെ പ്രവർത്തകർ. 926 ഒരു വിഭാഗം ആളുകൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ നിന്ന് ജനങ്ങൾ പരിപൂർണമായി വൈരുദ്ധ്യമായി പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവ്വസൂരികൾപ്പെട്ടതാകുന്ന മഹത്തുക്കൾ, യമനി പാരമ്പര്യമുള്ളതാകുന്ന സാദാത്യങ്ങൾ, ബഹുമാനപ്പെട്ടതാകുന്ന വലിയതാകുന്ന പണ്ഡിത മഹത്തുക്കൾ, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അവരുടേതാകുന്ന മഹിതമാകുന്ന ഒരു ആദർശത്തിന്മേൽ അഥവാ പ്രവാചകർ കൊണ്ടുവന്ന ഏതൊരു തുന്നുസുന്നത്താണോ, നബിതങ്ങൾ കൊണ്ടുവന്നതാകുന്ന ഏതൊരു ആദർശമാണോ അത് പരിപൂർണമായി മുറുകെ പിടിച്ച് അവിടുത്തെ സ്വഹാബത്ത് ഏതൊരു ആദർശത്തിന്മേലാണോ കൂട്ടമായി ജമാഅത്തായി നിലകൊണ്ടത്, ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങൾ പരിപൂർണമായി മുറുകെ പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ടതാകുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസും അവിടുത്തേതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന കാലഘട്ടത്തിലുള്ള ഇമാം ശാരിയാത്തി റളിയല്ലാഹു അൻഹു അടക്കമുള്ളതാകുന്ന മഹത്തുക്കൾ അവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് സമസ്യയ്ക്ക് പരിപൂർണമായി വേരൂന്നിയത്. അന്ന് തുടക്കം കുറിച്ചതാകുന്ന സമസ്യ ഇന്നിതാ ബഹുമാനപ്പെട്ടതാകുന്ന സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉലമാക്കളുടെ സയ്യിദമായി നിലകൊള്ളുന്നതാകുന്ന സയ്യിദ് അവരുടെ സവിധത്തിലേക്ക് 100 വർഷം കഴിയുമ്പോൾ ഇതിന്റെ തുടക്കത്തിലും 100 വർഷം മുമ്പ് ഒരു സയ്യിദ് തുടങ്ങി, 100 വർഷത്തിനിപ്പുറവും ഒരു സയ്യിദിന്റെ കൈകളിലേക്ക് വളരെ മനോഹരമായി പരിശുദ്ധമായി ഇസ്ലാമിന്റെ പ്രഭയെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചിരിക്കുകയാണ്.